സ്നാപയോഹന്നാൻ വഴിയൊരുക്കുന്നു. ആ നാളുകളിൽ സ്നാപയോഹന്നാൻ യഹൂദയിലെ മരുഭൂമിയിലെത്തി, മാനസാന്തരപ്പെടുക, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിച്ചു. കർത്താവിൻ്റെ വഴി ഒരുക്കുക, അവിടുത്തേക്ക് വേണ്ടി പാത നേരെയാക്കുക എന്ന് മരുഭൂമിയിൽ വിളംബരം ചെയ്യുന്ന ശബ്ദം എന്ന് യെശയ്യാ പ്രവാചകൻ പ്രസ്താവിച്ചത് അദ്ദേഹത്തെക്കുറിച്ചായിരുന്നു. യോഹന്നാൻ ഒട്ടകരോമം കൊണ്ടുള്ള കുപ്പായവും തുകൽ അരപ്പട്ടയും ധരിച്ചിരുന്നു. വെട്ടുക്കിളിയും കാട്ടുതനുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭക്ഷണം. ജെറുസലേമിൽ നിന്നും യഹൂദിയ പ്രദേശത്തിൽ നിന്നും യോർദാൻ നദിയുടെ പരിസര പ്രദേശങ്ങളിൽ നിന്നുമെല്ലാം ജനം യോഹന്നാൻ്റെ അടുക്കൽ എത്തി. തങ്ങളുടെ പാവങ്ങൾ ഏറ്റുപറഞ്ഞവർക്ക് അദ്ദേഹം യോർദാൻ നദിയിൽ സ്നാനം നൽകി. എന്നാൽ പരീശന്മാരും പാപികളുമായ അനേകർ അദ്ദേഹം സ്നാനം കഴിക്കുന്നിടത്തേക്ക് വരുന്നത് കണ്ടിട്ട് അവരോട്, അണലിക്കുഞ്ഞുങ്ങളെ, വരാൻ പോകുന്ന ക്രോധത്തിൽ നിന്നും പലായനം ചെയ്യുവാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നത് ആരാണ് എന്ന് ചോദിച്ചു. മാനസാന്തരത്തിന് അനുയോജ്യമായ ഫലം പുറപ്പെടുവിക്കുക. ഞങ്ങൾക്ക് പിതാവായ അബ്രഹാം ഉണ്ട് എന്ന് സുഖം പുകഴ്ത്താമെന്ന് കരുതണ്ട. ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ കല്ലുകളിൽ നിന്നും അബ്രഹാമിന് വേണ്ടി മക്കളെ ഉളവാക്കാൻ ദൈവത്തിന് കഴിയും. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ തായ്വേരിൽ കോടാലി വെച്ചിരിക്കുന്നു. സൽഫലം പുറപ്പെടുവിക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിൽ എറിഞ്ഞു കളയും. ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ജലസ്നാനം നിങ്ങൾ മാനസാന്തരപ്പെട്ടു എന്നതിൻ്റെ പ്രതീകമാണ്. എന്നാൽ എന്നെക്കാൾ ശക്തനായ ഒരാൾ എൻ്റെ പിന്നാലെ വരുന്നു. അദ്ദേഹത്തിൻ്റെ ചെരുപ്പിൻ്റെ വാരഴിക്കുന്ന ഒരു അടിമയാകാൻ പോലും എനിക്ക് യോഗ്യതയില്ല. അദ്ദേഹം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടും അഗ്നി കൊണ്ടും സ്നാനം നൽകും. വീശുമുറം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹം തൻ്റെ മെതിക്കളം പൂർണ്ണമായും വെടിപ്പാക്കിയ ശേഷം ഗോതമ്പും പതിരും വേർതിരിച്ച് ഗോതമ്പ് കളപ്പുരയിൽ ശേഖരിക്കുകയും പതിർ കെടാത്ത തീയിൽ ദഹിപ്പിച്ച് കളയുകയും ചെയ്യും. ഈ സമയത്ത് യോഹന്നാനാൽ സ്നാനം സ്വീകരിക്കുന്നതിന് യേശു ഗലീല പ്രവേശിയിൽ നിന്നും യോർദാൻ നദിയിലേക്ക് വന്നു. എന്നാൽ യോഹന്നാൻ അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, അങ്ങിൽ നിന്നും സ്നാനം സ്വീകരിക്കുക എന്നതാണ് എൻ്റെ അഭിലാഷം. എന്നിട്ടും അങ്ങ് എൻ്റെ അടുത്തേക്കാണല്ലോ വരുന്നത്. അതിന് യേശു, ഇപ്പോൾ ഇതിന് സമ്മതിക്കുക. ഇങ്ങനെ സർവ്വനീതിയും നാം പൂർത്തീകരിക്കുന്നത് ഉചിതമാണല്ലോ എന്ന് പ്രതിവദിച്ചു. അപ്പോൾ യോഹന്നാൻ സമ്മതിച്ചു. യേശു യോഹന്നാനിൽ നിന്നും സ്നാനം സ്വീകരിച്ച് വെള്ളത്തിൽ നിന്നും കരകയറി ഉടനെ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് ഒരു പ്രാവിനെ പോലെ തൻ്റെ മേൽ പറന്നിറങ്ങുന്നത് അദ്ദേഹം കണ്ടു. ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, എൻ്റെ പ്രിയപുത്രൻ ഇവൻ തന്നെ എന്ന് സ്വർഗത്തിൽ നിന്നും ഒരു അശരീരിയും ഉണ്ടായി. ആമേൻ.